മക്കളെ നമസ്കാരം. നമ്മുടെ അക്കാഡമിയുടെ എക്കണോമിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. പേപ്പർ നോക്കി അടുത്ത ദിവസം അങ്ങ് എത്തിക്കും. അപ്പം നല്ല രീതിയിൽ പഠിച്ചോളണം. സ്കൂളൊക്കെ മിക്കവാറും ഒക്കെ അടുത്ത മാസത്തോട്ട് തുറക്കും. അപ്പോൾ ക്ലാസ്സൊക്കെ വളരെ സ്പീഡിന് പോവും. എല്ലാവരും ഭംഗിയായിട്ട് പഠിച്ചോളണം. ഇമ്പ്രൂവ്മെൻ്റൊക്കെ ഉടനെ ഉണ്ടാവും. ഇതാണ് പഠിച്ചതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന ഭാഗത്ത് സർക്കുലർ ഫ്ലോ ഇൻ എ 2 സെക്ടർ മോഡൽ എന്ന ഒരു എസ്സേ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 സെക്ടർ മോഡൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫേമും വരും, ഹൗസ് ഹോൾഡും വരും. അതായത് ഉൽപാദന യൂണിറ്റും ഗാർഹിക യൂണിറ്റും ഉണ്ടാവും നമ്മൾ പറഞ്ഞു. 2 പ്രധാനപ്പെട്ട പടങ്ങൾ നമ്മൾ വരച്ചു. അത് റിയൽ ഫ്ലോയും മണി ഫ്ലോയും, യഥാർത്ഥ പ്രവാഹവും പണപ്രവാഹവും 2 പടങ്ങൾ പഠിച്ചു. അതിൽ 2 പ്രധാനപ്പെട്ട മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞു. അതായത് പ്രോഡക്റ്റ് മാർക്കറ്റും ഫാക്ടർ മാർക്കറ്റും, ഉൽപ്പന്ന കമ്പോളവും ഘടക കമ്പോളവും. അപ്പോൾ 2 സെക്ടർ മോഡലില് മണി ഫ്ലോ ഉണ്ട്, റിയൽ ഫ്ലോ ഉണ്ട്, യഥാർത്ഥ പ്രവാഹവും പണപ്രവാഹവും ഉണ്ട്. അതിനുശേഷം പ്രോഡക്റ്റ് മാർക്കറ്റ്, ഫാക്ടർ മാർക്കറ്റ്. ഇനി നമ്മൾ വലിയ പടോപത വരും. ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് പ്രോഡക്റ്റ് മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഓഫ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പ്രോഡക്റ്റ് മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഇൻ ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു കമ്പോളത്തില് സാധനങ്ങളും സേവനങ്ങളുമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നു എങ്കിൽ അത്തരം കമ്പോളത്തെയാണ് നമ്മൾ ഉൽപ്പന്ന കമ്പോളം അഥവാ പ്രോഡക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഫാക്ടർ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഇൻ ദ ഫ്ലോ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ് ടു ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻസ്, ഭൂമി, തൊഴിൽശക്തി, മൂലധനം, സംഘാടനം തുടങ്ങിയവയാണ് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫാക്ടർ മാർക്കറ്റ് എന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത പഠിക്കുന്നു അസംപ്ഷൻസ് ഓഫ് 2 സെക്ടർ മോഡൽ. ദ്വിമാതൃക കമ്പോളത്തിന്റെ അല്ലെങ്കിൽ ദ്വിമേഖല ഘടകത്തിലെ പണത്തിന്റെ ചാക്രിക പ്രവാഹത്തിൽ ഉണ്ടാകുന്ന സങ്കല്പങ്ങൾ എന്നല്ല. ദ്വിമേഖല മോഡൽ സമ്പദ് വ്യവസ്ഥയില് എന്തെല്ലാം അസംപ്ഷൻസ് ഉണ്ട്? അസംപ്ഷൻസ് എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങൾ. ഈ പറയുന്ന സിദ്ധാന്തങ്ങളെല്ലാം നമ്മുടെ മനസ്സിന്റെ സങ്കല്പങ്ങളാണ്. ഇപ്പൊ 2 സെക്ടർ മോഡലിൽ എന്തെല്ലാം സങ്കല്പം ഉണ്ടെന്ന് ചോദിച്ചാൽ ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടന്റ് അസംപ്ഷൻസ് ഓഫ് 2 സെക്ടർ മോഡൽ. താഴെ പറയുന്ന നിരവധി സങ്കല്പങ്ങൾ ദ്വിമേഖല കമ്പോളത്തിൽ ഉണ്ടാവും. ഒന്നാമത്തെ പറയുന്നത് ഓരോന്ന് പഠിച്ചുള്ള സങ്കല്പങ്ങളാണ്. നമ്മൾ മണി ഫ്ലോയും റിയൽ ഫ്ലോയും പ്രോഡക്റ്റ് മാർക്കറ്റ് ഫാക്ടർ മാർക്കറ്റ് എന്താണെന്ന് വിവരിച്ച് എഴുതിയിട്ട് പിന്നെ നമ്മൾ എഴുതേണ്ടുന്നത് അസംപ്ഷൻ സങ്കല്പങ്ങളാണ്. ഒന്നാം സങ്കല്പം there are only 2 sectors of the economy. There are only 2 sectors of the economy. സങ്കല്പമാണ്. സമ്പദ് വ്യവസ്ഥയിൽ 2 പ്രധാന മേഖലകളെ കാണപ്പെടുന്നുള്ളൂ. ഒരു ഹൈഫൻ ഇട്ടിട്ട് ഫേം ആൻഡ് ഹൗസ് ഹോൾഡ്. അത് ഏതൊക്കെയാണ് 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്? അതായത് ഉൽപാദന മേഖലയും ഗാർഹിക മേഖലയും. ഇപ്പൊ മലയാളത്തിൽ എഴുതുന്ന കുഞ്ഞുങ്ങള് ദ്വിമാതൃക മേഖലകളില് ഉൽപാദന മേഖലയും ഗാർഹിക മേഖലയും എന്നീ 2 ഘടകങ്ങളെ ഉണ്ടായിരിക്കുകയുള്ളൂ.
ഇംഗ്ലീഷുകാർ എഴുതുമ്പോൾ there are only two sectors of the economy hyphen firm and household. അപ്പൊ ദ്വിമേഖലയിൽ രണ്ട് മേഖല തന്നെയാണ്. ആ മേഖലകളാണ് ഉൽപാദന മേഖലയും ഗാർഹിക മേഖലയും. രണ്ട്, ഹൗസ്ഹോൾഡ് ഓൺ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. The household own, OWN, household own factors of production and supply them to firm. Supply them to firm. നിങ്ങൾ ചെയ്യുന്നത് വെറുതെ ക്ലാസ് കേട്ടോണ്ടിരുന്നാൽ പോരാ, ഒരു പേപ്പറും പെൻസിലോ പേന എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റഫായിട്ട് അപ്പുറം എഴുതിയെടുക്കണം. നമുക്ക് ഹൗസ് ഹോൾഡ് ഓൺ, ഗാർഹിക മേഖലയ്ക്ക് സ്വന്തമായിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് ഉൽപാദന ഘടകങ്ങളാണ്. ഈ ഉൽപാദന ഘടകങ്ങൾ സപ്ലൈ ദെം ടു ഫേം, അത് ഫേമുകൾക്ക് വിതരണം ചെയ്യുന്നു. അപ്പൊ ഗാർഹിക മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള ഉൽപാദന ഘടകങ്ങള് ഫേമിന് നൽകുന്നു. അപ്പൊ ഉൽപാദന ഘടകങ്ങൾ ഹൗസ് ഹോൾഡിലുള്ളതാണ്. അത് ഉൽപാദന ഘടകങ്ങൾ അല്ലെങ്കിൽ ഈ ഉൽപാദന ഘടകങ്ങള് ഫേമുകൾക്ക്, ഉൽപാദന യൂണിറ്റുകൾക്ക് കൊടുക്കുന്നു. അപ്പൊ ഉൽപാദന ഘടകങ്ങൾക്ക് ആരുടേതാണ്? ഹൗസ് ഹോൾഡിൻ്റെതാണ്, കുടുംബത്തിനുള്ളതാണ്. അത് കൊടുക്കുന്ന ആർക്കാണ്? ഫേമുകൾക്ക്. അടുത്തത് ഹൗസ്ഹോൾഡ് സ്പെൻഡ് ദെയർ ഇൻകം. താഴത്തേക്കാണ് ഹൗസ്ഹോൾഡ് സ്പെൻഡ് ദെയർ ഇൻകം. ഗാർഹിക മേഖല അവർക്കുള്ള വരുമാനം. സ്പെൻഡ് ദെയർ ഇൻകം ഓൺ കൺസംഷൻ, അവർ ഉപഭോഗത്തിനായി ചെലവാക്കുന്നു. അപ്പൊ ഗാർഹിക മേഖലയ്ക്ക് ലഭിക്കുന്ന വരുമാനം അവർ ഉപഭോഗത്തിനായിട്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ചെലവാക്കുന്നു. ഹൗസ് ഹോൾഡ് സ്പെൻഡ് ദെയർ ഇൻകം ഓൺ കൺസംഷൻ. അടുത്തെന്ന് പറഞ്ഞാൽ ഫേം സെൽ ദെയർ എൻറ്റയർ പ്രോഡക്റ്റ്. ഫേം സെൽ ദെയർ എൻറ്റയർ പ്രോഡക്റ്റ്. Firm sell their entire product to household. ഉൽപാദന മേഖല നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർ ഗാർഹിക മേഖലയ്ക്ക് വിൽക്കുന്നു. Firm sell their income entire product to household. അപ്പൊ ഫേമുകൾക്ക് സ്വന്തമായിട്ടുള്ള വരുമാനം ഫേമുകൾക്ക് സ്വന്തമായിട്ടുള്ള ഉൽപ്പന്നം അവർ ഗാർഹിക മേഖലയ്ക്ക് വിൽക്കുന്നു. ഇവിടെ ലാസ്റ്റ് പോയിന്റ്, there is no government control. ഇവിടെ സർക്കാരിന്റെ യാതൊരു നിയന്ത്രണങ്ങളുമില്ല. ഓർ ഫോറിൻ ട്രേഡ് എന്നുള്ളത്, ഓർ ഫോറിൻ ട്രേഡ്, വിദേശ കച്ചവടമില്ല. അപ്പൊ ഈ 4-5 കാര്യങ്ങളാണ് ടു സെക്ടർ മോഡലിലെ പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ. ഞാൻ ഒന്നുകൂടെ പറയാം. അസംപ്ഷൻസ് ഓഫ് ടു സെക്ടർ മോഡൽ. The following are the important assumptions of two sector model. Number 1, there are only two sectors of the economy, that is firm and household. Next, household own factors of production and supply them to firm. Next, household spend their income on consumption. Next, firm sell their income, sell entire product to household. Next, there is no government control or foreign trade. മലയാളക്കാർക്ക് വേണ്ടി താഴെ പറയുന്ന നിരവധി സങ്കല്പങ്ങൾ ദി മാതൃകാ കമ്പോളത്തിനുണ്ടാവും. 1, ദി
മേഖലാ സമ്പദ് വ്യവസ്ഥയിൽ രണ്ട് ഘടകങ്ങൾ ഉണ്ടാകും. ആ ഘടകങ്ങളാണ് ഉൽപാദന മേഖലയും ഗാർഹിക മേഖലയും. അടുത്തത്, ഗാർഹിക മേഖലയ്ക്ക് സ്വന്തമായിട്ടുള്ള ഉൽപാദന ഘടകങ്ങൾ ഉൽപാദന മേഖലയ്ക്ക് അവർ വിതരണം ചെയ്യുന്നു. മൂന്നാമത്തെ, ഹൗസ് ഹോൾഡിന്റെ ഗാർഹിക മേഖലയ്ക്കുള്ള വരുമാനം അവർ മൊത്തമായി ഉപഭോഗങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്നു. ഉൽപാദന മേഖല അവർക്കുള്ള ഉൽപ്പന്നങ്ങൾ ഗാർഹിക മേഖലയ്ക്ക് വിൽക്കുന്നു. ലാസ്റ്റ്, ഇവിടെ ഗവൺമെന്റിന്റെ യാതൊരു നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കുകയില്ല. മനസ്സിലായ മക്കളെ? ഇതാണ് ടു സെക്ടർ മോഡലിന്റെ പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ. There are only two sectors of the economy, that is firm and household. Household own factors of production and them to firm. Household spend their income on consumption. Firm sell their entire product to household. There is no government control or foreign trade. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സർക്കിൾ ഫ്ലോ ഓഫ് ഇൻകം എന്ന ഭാഗത്ത് എന്താണ് സർക്കിൾ ഫ്ലോ ഓഫ് ഇൻകം എന്നും അതിനകത്ത് റിയൽ ഫ്ലോയും അതിൽ മണി ഫ്ലോയും അതിൽ പ്രോഡക്റ്റ് മാർക്കറ്റും അതിൽ ഫാക്ടർ മാർക്കറ്റും ഒക്കെ എഴുതിയിട്ട് ഈ സങ്കല്പം കൂടെ അങ്ങനെ എഴുതി വയ്ക്കുക, നോട്ട് അതുപോലെ അങ്ങോട്ട് തരും. ഇനി ഈ രണ്ട് പടങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്ന പടമാണ് ഇനി നമ്മൾ വരയ്ക്കേണ്ടുന്നത്. മനസ്സിലായ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഒരു സ്കെയിലും ഒരു പെൻസിലും ഒക്കെ നിങ്ങളെ കൈവശം ഉണ്ടായിരിക്കണം. അത് വെച്ച് ഞാൻ പറയുന്നത് പോലെ വരയ്ക്കണം. ആ രണ്ട് പടങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്ന പടമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഞാൻ അത് റഫായിട്ട് വരയ്ക്കുന്നു. എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. ആദ്യം റിയൽ ഫ്ലോ എന്ന പടം വരയ്ക്കാൻ പോകുന്നു. അതിനുശേഷം മണി ഫ്ലോ, ആ രണ്ടും കൂടെ ചേർത്ത് ഒരു പടം വരയ്ക്കാൻ പോവുകയാണ്. മലയാളത്തിലെ കുഞ്ഞുങ്ങള് യഥാർത്ഥ പ്രവാഹവും പണപ്രവാഹവും, ആ രണ്ട് പടം ഞാൻ കൂടെ വരച്ചിട്ട് ആ രണ്ട് പടം കൂടെ ഒരുമിച്ച് വരയ്ക്കുന്നത് നിങ്ങൾ നോക്കിക്കോണം. ആ പടത്തിന് നമ്മളെ പറ്റിക്കാനായിട്ട് നിങ്ങൾക്കറിയാം, നമ്മൾ രണ്ട് ബോക്സുകൾ ആദ്യം നമ്മൾ വരച്ചു, ഓരോ നീളത്തിനും വലുപ്പം. അത് നമ്മൾ ആദ്യം ചെയ്യുന്ന പറഞ്ഞാല് ഒന്നാമത്തെ പടം ഇതറിയാലോ, ഇത് ഫേം ആണ്, ഇത് ഹൗസ് ഹോൾഡ് ആണ്. മലയാളത്തില് ഉൽപാദന മേഖലയും ഗാർഹിക മേഖലയും, ഇവിടെയും ഉൽപാദന മേഖല ഗാർഹിക മേഖല, ഫേമും ഹൗസ് ഹോൾഡ്. ഇപ്പൊ റിയൽ ഫ്ലോയിൽ ആദ്യം നമ്മൾ ചെയ്തത് ഗാർഹിക മേഖലയിൽ നിന്നാണ് ഉൽപാദന മേഖലയിലേക്ക് ആരോ മാർക്ക് വരച്ചത്. അതുകൂടെ നമ്മൾ എഴുതിയത് ഫാക്ടർ സർവീസസ് എന്നാണ്. ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ, ഘടക സേവനങ്ങൾ. അവിടെ നിന്ന് ആരോ മാർക്ക് തിരിച്ച് ഹൗസ് ഹോൾഡിലേക്ക് കൊടുക്കും. നിങ്ങൾക്കറിയാലോ, അവിടെ നമ്മൾ എഴുതിയത് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, അന്തിമ സാധന സേവനം. എല്ലാവരും ശ്രദ്ധിച്ച് ഈ പടം ഇതുപോലെ ആദ്യം വരയ്ക്കണം. രണ്ട് ബോക്സ് വരച്ചിട്ട് ആദ്യത്തിന് ഫേം അഥവാ ഉൽപാദന മേഖല എന്നും രണ്ടാമത്തെ ഹൗസ് ഹോൾഡ് അഥവാ ഗാർഹിക മേഖല എന്നും എഴുതി. ഒന്നാമതായിട്ട് നമ്മൾ ഗാർഹിക മേഖലയിൽ നിന്നും ഒരു ആരോ മാർക്ക് ഫേമിലേക്ക് വരച്ചിട്ട് അവിടെ ഫാക്ടർ സർവീസ് അഥവാ ഘടക സേവനങ്ങൾ എന്ന് എഴുതിയിട്ട് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ എഴുതി. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, അന്തിമ സാധന സേവനങ്ങൾ എന്ന് എഴുതിയിട്ട് അത് നമ്മൾ ആരോ മാർക്ക് ഗാർഹിക മേഖലയ്ക്ക് കൊടുക്കും. മനസ്സിലായോ? ഇനി അപ്പൊ ഇവിടെ ഒന്നാമത്തെ ലൈൻ വരയ്ക്കും, ഇവിടെ നിന്ന് രണ്ടാമത്തോടാണ്. അടുത്ത നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് നേരത്തെ ഹൗസ് ഹോൾഡ് തുടങ്ങിയെങ്കിൽ ഇവിടെ നമ്മൾ തുടങ്ങുന്നത് ഫേമിൽ നിന്നാണ്. ഫേം അവിടെ ഒന്ന്, അത് എന്തെന്ന് നിങ്ങൾ ചോദിച്ചാല്
അത് ഫാക്ടർ പേയ്മെന്റ്സുകളാണ്. ഫാക്ടർ പേയ്മെന്റ്സ്, അതായത് ലാൻഡ് വിൽ ഗെറ്റ് റെന്റ്, ലേബർ വിൽ ഗെറ്റ് വേജ്, ക്യാപിറ്റൽ വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ഓർഗനൈസർ വിൽ ഗെറ്റ് പ്രോഫിറ്റ്. ഘടക അടവുകളായിട്ടുള്ള വാടക, വേതനം, പലിശ, ലാഭം. എന്നിട്ട് അവിടെ നിന്ന് ആണ് ആരോ മാർക്ക് ഇപ്പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ 1 എഴുതിയിട്ടുണ്ട്, ഇവിടെ 2 എഴുതി. കണ്ട, ഈ 2 പടങ്ങൾ നമ്മൾ ഒരുമിച്ച് വരയ്ക്കാൻ പോവുകയാണ്. അതെന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ, മലയാളത്തില് ഉപഭോഗ ചെലവ്. ഈ 2 പടങ്ങളാണ് ഇനി നമ്മൾ ഒരു പടത്തിൽ വരയ്ക്കാൻ പോകുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, ആ പടം എങ്ങനെ വരയ്ക്കും. ആരും മാർക്കിൽ ശ്രദ്ധിക്കുക. 2 പടങ്ങൾ ഒരുമിച്ച് വരയ്ക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും പേനയും പെൻസിലും സ്കെയിലും ഒക്കെ എടുത്തിട്ട് ഞാൻ വരയ്ക്കുന്ന കണക്ക് തന്നെ ഇപ്പം തന്നെ വരച്ചോണം. വരച്ചു അല്ലെങ്കിൽ ഒരിക്കലും മനസ്സിലാവില്ല. 2 പടങ്ങളും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എന്ത് പ്രത്യേകതയാണ് നോക്ക്. അതുപോലെ വലിയ പടമാണ്. നേരത്തെ പോലെ ഇവിടെ ഫാം എന്ന് നമ്മൾ എഴുതണം. ഫാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉൽപാദന മേഖല. ഇവിടെ നമ്മൾ എഴുതണം ഹൗസ് ഹോൾഡ്, ഗാർഹിക മേഖല. റൗണ്ട് ചെയ്തപ്പോൾ ആദ്യം നമ്മൾ ഇത് വരച്ചതുപോലെ റിയൽ ഫ്ലോ വരയ്ക്കാൻ പോവുകയാണ്. റിയൽ ഫ്ലോ നോക്ക്, എല്ലാവരും ശ്രദ്ധിക്കുക. റിയൽ ഫ്ലോ നോക്ക്. 2 തരത്തിൽ ഈ പടം വരയ്ക്കാം. നമ്മൾ ഇവിടെ വരയ്ക്കുന്ന നോക്കിയാൽ 2ഉം ഇതേ രീതിയിൽ തന്നെ വരയ്ക്കാം. 2 ഞാൻ വരച്ച് പറഞ്ഞു നോക്ക്. ആദ്യം നമ്മൾ റിയൽ ഫ്ലോ വരയ്ക്കുകയാണ്. നോക്ക്, റിയൽ ഫ്ലോ ആദ്യം വരച്ച വരെയാണ് ഹൗസ് ഹോൾഡിൽ നിന്ന്. ഇവിടെ നമ്മൾ എഴുതും ഫാക്ടർ സർവീസസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. കണ്ടല്ലോ. ഇനി അതിൽ തന്നെ നമ്മൾ തിരിച്ചു വരും. ഇവിടെ നമ്മള് ഫാമിലിയിൽ നിന്ന് ഹൗസ് ഹോൾഡിൽ പോയി, അത് തന്നെ തിരിച്ചു വരും. അവിടെ നമ്മൾ എന്ത് എഴുതും? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. കണ്ട, ഇവിടെ 1ാമത് വരച്ചു, ഇത് 2ാമത് വരച്ചു. ഈ പടത്തെ മുറിച്ച് നമ്മൾ മേലോട്ട് കൊണ്ടുപോകും. കണ്ടല്ലോ. ആദ്യത്തെ റിയൽ ഫ്ലോ വരച്ചു വയ്ക്കാൻ. അതുപോലെ ഹൗസ് ഹോൾഡിൽ നിന്നും ഘടക സേവനങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടന എന്നിവ ഉൽപാദന മേഖലയെത്തി അവിടെ നിന്ന് അന്തിമ സാധന സേവനങ്ങളായി തിരിച്ചു വീണ്ടും ഹൗസ് ഹോൾഡിലെത്തി. ഒരു പടം കണ്ട, പാതി കുറിച്ച് വരച്ചു. കണ്ടല്ലോ നിങ്ങൾ. അപ്പം ഇതാണ് റിയൽ ഫ്ലോയുടെ പടം. പാതി വരച്ചു. പരീക്ഷയ്ക്ക് ഇതുപോലെ ആരോ മാർക്ക് മാത്രമേ കൊടുക്കൂ. നമ്മൾ ആരോ മാർക്ക് നോക്കിയിട്ട് നമ്മൾ തന്നെത്താൻ എഴുതി വെക്കേണ്ടതാണ്. ഇങ്ങോട്ട് വന്നു, അവിടെ നിന്ന് പോയി. ഇനി 2ാമത്തെ മണി ഫ്ലോ വരയ്ക്കുമ്പോൾ നമ്മൾ നോക്കണം. മണി ഫ്ലോ നമുക്ക് നേരത്തെ ഫേമിൽ നിന്നാണ് പോയത്. ഫേമിൽ നിന്ന് പോകുന്നു ഹൗസ് ഹോൾഡിലേക്ക്. കണ്ടോ, ഫേമിൽ എന്തൊക്കെ പോയി? ഫാക്ടർ പേയ്മെന്റ്സ്, റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്, ഘടക അടവുകളായിട്ടുള്ളതാണ് ഒന്ന്. എന്നിട്ട് നിങ്ങൾ തിരിച്ചു വയ്ക്കാണ്. അപ്പോൾ ഫാമിലിയിൽ പോയി ഹൗസ് ഹോൾഡിൽ നിന്ന് നേരെ ഫാമിലിയിലേക്ക് വരണം. തിരിച്ചു. അതെന്താണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഉപഭോഗ ചെലവ്. കണ്ട, ഈ പാതിച്ചുള്ള പടം. ഇത് പരീക്ഷയ്ക്ക് നമുക്ക് തെറ്റിപ്പോകരുത്. ആരോ മാർക്ക് അടിസ്ഥാനത്തിൽ വരയ്ക്കണം. ഈ പടം റൗണ്ടായിട്ട് വരച്ചത് 2 കൂടെ ഒരുമിച്ച് ചേർന്ന് അതിന്റെ ഹാഫ് എടുത്തിട്ട് ഒരു റൗണ്ട് ഒരാൾക്കും അടുത്തത് വേറൊരാൾക്കും. അപ്പൊ ഈ പടം തിരിച്ചും മറിച്ചും പരീക്ഷയ്ക്ക് ആരോ മാർക്കിട്ട് ചോദിക്കും. മനസ്സിലായ? എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നോക്കണം, അതുപോലെ തന്നെ വരയ്ക്കാം. എല്ലാവരും ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ. ഇവിടെ ഹൗസ് ഹോൾഡ് ഇതുപോലെ ആരോ മാർക്ക്. ആദ്യത്തെ പടം ഹൗസ് ഹോൾഡിൽ നിന്നും ഫാമിലിയിലേക്ക് വന്നു, ഫാമിലിയിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക്. ഇനി അടുത്ത പടം
ഫേമിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നു, ഹൗസ് ഹോൾഡിൽ നിന്നും ഫേമിലേക്ക് പോകുന്നു. അങ്ങനെ തിരിച്ചു മറിച്ച് ഈ പടം നമ്മളെ പറ്റിക്കാനായിട്ട് ചോദിക്കും. അക്കാഡമിയിൽ നിന്ന് പോകുന്ന കൊച്ചുങ്ങളെ നിങ്ങൾക്ക് പറ്റിക്കാനേ പറ്റില്ല. അപ്പൊ ആരോ മറക്കാണ്. ഇതിപ്പോഴാണ് മുറിച്ച് നമ്മൾ വരച്ചു, ഇത് രണ്ടും ഒരുമിച്ച്. ഇത് ആദ്യത്തത് വരച്ചത് ആ റിയൽ ഫ്ലോയിനകത്ത് വന്നു, വെളിയിൽ വന്നത് മണി ഫ്ലോ. ആരോ മറക്കണ്ടല്ലോ, തെറ്റിപ്പോയി. ഇതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള ഭാഗം. ഉണ്ടല്ലോ, ഈ രണ്ട് പടങ്ങൾ രണ്ടായിട്ട് വരച്ചു. ആ രണ്ട് പടത്തെ എടുത്ത് ഒന്നിച്ചാക്കി വെച്ചു. ഒന്നിച്ചാക്കി വെക്കുമ്പോഴത്തേക്ക് ഹൗസ് ഹോൾഡിൽ നിന്ന് തുടങ്ങി ഫേമിൽ തീർന്നു, ഫേമിൽ തുടങ്ങി ഹൗസ് ഹോൾഡിൽ അവസാനിച്ചു. ആ പടം ഈ ഹാഫ് ഇതിൽ വന്നു. അത് തന്നെ നമ്മൾ വീണ്ടും ആരോ മാർക്ക് അസൈൻ ചെയ്യാൻ കഴിച്ചു. അത് പരീക്ഷയ്ക്ക് ആരോ മാർക്ക് ചോദിക്കുമ്പോഴത്തേക്ക് തെറ്റിപ്പോകരുത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ശ്രദ്ധിക്കുക. നോക്ക്, ഈ റിയൽ ഫ്ലോ സെപ്പറേറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും, മണി ഫ്ലോ ചോദിക്കും. ഇതാണ് ഒരുമിച്ച് ചോദിക്കുമ്പോഴതാണ്. ഞാൻ ഒന്ന് പറയാണ്, ശ്രദ്ധിക്കുക. നോക്ക്, ഫാക്ടർ സർവീസസ് such as land, labor, capital and organization from household to firm and retain final goods and services from firm to household is called real flow. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ പടത്തിൽ. അതായത് ഘടക സേവനങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽശക്തി, മൂലധനം, സംഘാടനം എന്നിവ ഗാർഹിക മേഖലയിൽ നിന്നും ഉൽപാദന മേഖല എത്തിയ ശേഷം അവിടെ നിന്ന് അന്തിമ സാധന സേവനങ്ങളായിട്ട് തിരിച്ചു ഗാർഹിക മേഖല എത്തിച്ചേരുമ്പോൾ അതിനെയാണ് റിയൽ ഫ്ലോ എന്ന് പറയുന്ന പ്രവാഹം എന്ന് പറയുന്നത്. എന്നാൽ ഫാക്ടർ പേയ്മെന്റ്സ് സച്ച് ആസ് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഫ്രം ഫേം ടു ഹൗസ് ഹോൾഡ് ആൻഡ് റിട്ടേൺ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഫ്രം ഫേം ഹൗസ് ഹോൾഡ് ടു ഫേം ഈസ് കോൾഡ് മണി ഫ്ലോ. അതായത് ഘടക അടവുകളായിട്ടുള്ള പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവ ഉൽപാദന മേഖലയിൽ നിന്നും ഗാർഹിക മേഖല എത്തിയ ശേഷം അവിടെ നിന്ന് ഉപഭോഗ ചെലവുകളായി തിരിച്ച് ഫേമിൽ എത്തിച്ചേരുമ്പോൾ അതിനെ മണി ഫ്ലോ അഥവാ പണപ്രവാഹം എന്ന് പറയുന്നു. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഈ പടം വരച്ചു വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുകൊണ്ട് ഇവിടെ എഴുതണം ഫാക്ടർ മാർക്കറ്റും, ഇവിടെ എഴുതണം പ്രോഡക്റ്റ് മാർക്കറ്റും. അതായത് ഫാക്ടർ സർവീസിന് കിട്ടുന്ന റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഉപയോഗിച്ച് പ്രോഡക്റ്റ് നിർമ്മിക്കുന്നു. അതുകൊണ്ട് ഈ വശത്തെ പ്രോഡക്റ്റ് മാർക്കറ്റ് എന്നും ഈ ഭാഗത്തെ ഫാക്ടർ മാർക്കറ്റ് എന്നും തരംതിരിച്ചിരിക്കുന്നു. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്. ഇത് ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പേപ്പറും പേനയും എടുത്ത് 2-3 പ്രാവശ്യം ഈ പടം പല രീതിയിൽ വരച്ചു നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയണം, ഞാൻ വീണ്ടും പറഞ്ഞു തരും. അല്ല ഇത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ മാർക്ക് കുറയും. നമ്മുടെ കൊച്ചുകൾക്ക് തന്നെ 100 മാർക്കൊന്നും കിട്ടേണ്ട കാരണം ഇതുപോലുള്ള ട്രിക്കുകൾ വന്നിട്ടില്ല. പുസ്തകം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. പുസ്തകത്തിൽ കുറേ 6 മാർക്ക് കൊടുത്ത് എന്തൊക്കെ ചോദിച്ചു. ഇത് വരച്ച് നോക്കുക കൃത്യമായിട്ട്. ടെസ്റ്റ് പേപ്പർ ഇത് മാത്രം ഇടും. അപ്പോൾ എനിക്ക് തെറ്റിയാൽ ഞാൻ 100 കണക്കിന് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ മക്കളെ? ഇനി നോക്കാം, അടുത്ത ഭാഗത്തേക്ക് പോവാം. അപ്പോഴ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മക്കളൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇമ്പ്രൂവ്മെന്റിനൊക്കെ ഏതെങ്കിലും ചെയ്യുന്നെങ്കിൽ എടുത്ത് പഠിച്ചൊക്കെ തുടങ്ങണം. നമ്മൾ അതിന്റെ ക്ലാസ് ഒക്കെ തന്നെ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ, പേടിക്കേണ്ട, നല്ല മാർക്ക് മേടിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.